നമസ്കാരം. അനിൽ ആന്റണി തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹം കെ ആന്റണി കേന്ദ്രമന്ത്രിയായി പ്രതിരോധ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യരേഖകളെല്ലാം കടത്തി വിറ്റ് കോടികൾ സമ്പാദിച്ചുമെന്നുമുള്ള ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന TG നന്ദകുമാറാണ് ഈ ആരോപണങ്ങളുമായി പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. വലിയ കോലാഹലമാണ് നടക്കുന്നത്. എന്നാൽ ഒരു വർഷം മുമ്പ് ഈ കാര്യം ക്രൈം വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഈ പറയുന്ന അനിൽ ആന്റണി BJPയിൽ എത്താൻ കാരണം അദ്ദേഹം പിടിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം BJPയിൽ എത്തിയതെന്നും അദ്ദേഹം മുമ്പ് 25 ലക്ഷം രൂപ ഒരു അഡ്വക്കറ്റിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങി CBI പ്രോസിക്യൂട്ടറാക്കാൻ കൈക്കൂലി വാങ്ങിയെന്നുമുള്ള ആരോപണം ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കെ ആന്റണി എന്ന് പറയുന്ന പരിശുദ്ധനായ ദുഷ്ടൻ ചെയ്യുമെന്ന് പറയുന്ന പോലെ ശുദ്ധനായ പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം രേഖകൾ കടത്തി പലർക്കും വിറ്റുവെന്ന ആരോപണവും ഞാൻ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. അന്ന് ഞാൻ പുറത്തുവിട്ട വീഡിയോ ഒരിക്കൽ കൂടി ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു. കാരണം അഭിമാനത്തോടുകൂടി ക്രൈം വീണ്ടും ആ കഥ പറയുമ്പോൾ, ഒരു കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ച കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രൈം ഒരു വർഷം മുമ്പോ 2 വർഷം മുമ്പോ പറയുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അത് സത്യമായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് മുമ്പ് ക്രൈം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം പിന്നീട് സത്യമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പുറത്തു വന്ന അനിൽ ആന്റണി എന്ന് പറയുന്ന കെ ആന്റണിയുടെ മകൻ്റെ കുറിച്ചുള്ള ആരോപണങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ കെ ആന്റണിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അനിൽ ആന്റണി മുന്നോട്ട് പോകുന്നത്. സ്വന്തം പിതാവിനെ പട്ടിയെപ്പോലെ ഉപമിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ക്രൈം പുറത്തുവിട്ട ഒരു കൊല്ലം മുമ്പ് ഓർത്ത ആ വീഡിയോ ഒരിക്കൽ കൂടി പ്രക്ഷേപണം ചെയ്യുകയാണ്. നമസ്കാരം. അറക്കൽ പറമ്പിൽ കുര്യൻ മകൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ കൂറുമാറി BJPയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് അദ്ദേഹം ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ആണ് BJPയിൽ എത്തിയിരിക്കുന്നത് എന്നാണ്. ഇന്ത്യയിലെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപം എന്ന് സ്വയം വിശേഷിപ്പിച്ച് എല്ലാ കാലത്തും അധികാര സ്ഥാനങ്ങളിലേക്ക് കുതിച്ചുയർന്നിട്ടുള്ള നേതാവാണ് കെ ആന്റണി. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തെ പോലെ ഒരു ആദർശവാനാണ് നമ്മുടെ അനിൽ ആന്റണി എന്ന് വരുത്തിക്കാനാണ് നരേന്ദ്രമോദി അടക്കം ശ്രമിക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനല്ലാതെ എന്താണ് ചെയ്യുക? ആരാണ് ഈ അനിൽ ആന്റണി? നമ്മുടെ കെ ആന്റണി എന്തായാലും 1 രൂപ കൈക്കൂലി വാങ്ങുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന് പറയുമ്പോഴും അധികാരത്തിന് വേണ്ടി ഏത് ലെവലിലും അദ്ദേഹം ഉയർന്നു പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം, പ്രതിരോധ മന്ത്രിയാകണം, അധികാരം വേണം. അങ്ങനെ വളർന്നിട്ടുള്ള കെ ആന്റണി എപ്പോഴും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന് എല്ലാവരും മുമ്പിലും തെളിയിക്കും. എന്നാൽ നിർഗുണ പരബ്രഹ്മമാണ് അദ്ദേഹം എന്ന് 100% തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട് താനും. കാരണം ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കണം, താൻ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന് ലോകം മുഴുവൻ അറിയണം എന്നുള്ളത് മാത്രമേ കെ ആന്റണിക്ക് പ്രാധാന്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. തൻ്റെ മേൽ ചെളി പടരുന്ന ഒരു സംഭവത്തിലും അദ്ദേഹം ചെന്നു ചാടില്ല. പകരം അദ്ദേഹം എപ്പോഴും പരിശുദ്ധനാണ്, താൻ അഴിമതിരഹിതനാണ്, ഞാൻ സത്യസന്ധമായി മാത്രമേ പ്രവർത്തിക്കുള്ളൂ, എനിക്ക് വേറൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുണ്ടാക്കി അവസാനം അധികാരം അദ്ദേഹം നേടിയെടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അദ്ദേഹം ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സഹായിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാം. പിന്നീട് പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുത്തപ്പോൾ ഗവർണറോട് സ്വാധീനിച്ച് ആ പ്രോസിക്യൂഷൻ പെർമിഷൻ നൽകരുതെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന് BJP പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നരേന്ദ്രമോദിജി പോലും കെ ആന്റണിയെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സ്ഥലത്തും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഹെലികോപ്റ്റർ വിഭാഗത്തിൽ, അതായത്
അഗസ്ത വെസ്റ്റ്ലാൻഡ് സ്കാമിൽ ഹെലികോപ്റ്റർ വാങ്ങിയ ഇടപാടിൽ 3600 കോടിയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതിൽ ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറയുന്ന ഇടനിലക്കാരനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ മറ്റൊരു ഇടനിലക്കാരനാണ് രാതുൽ പുരി എന്ന ആള്. ഈ രാതുൽ പുരിയെയും അതേപോലെ ക്രിസ്ത്യൻ മൈക്കിളിനെയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരവും നമുക്ക് പുറത്തു വന്നിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ഇടനിലക്കാരനായി പേര് പുറത്തു വന്നുള്ള ഒരാളാണ് നമ്മുടെ അനിൽ ആന്റണി. ഈ പറയുന്ന ക്രിസ്ത്യൻ മൈക്കിൾ തിഹാർ ജയിലിൽ ഇപ്പോഴും കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചര്യം കൂടെ നിന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം AK ആന്റണിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത് ആരാണെന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായി അന്ന് അറിയപ്പെട്ടിരുന്ന പേരാണ് അനിൽ ആന്റണി. അനിൽ ആന്റണിക്ക് എങ്ങനെയാണ് കോടികൾ സമ്പാദ്യം ഉണ്ടായത്? അനിൽ ആന്റണി എങ്ങനെയാണ് ഇത്രയും ഒരു പവർ ബ്രോക്കർ എന്ന പേരിൽ അറിയപ്പെട്ടത്? AK ആന്റണി എന്ന് പറയുന്ന ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കോടികളുടെ സമ്പാദ്യത്തിനുടമയായി മാറുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടിയാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതിനു മുമ്പായിട്ട് അദ്ദേഹം 2012 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സിൻഹ എന്ന് പറയുന്ന CBI ഡയറക്ടറെ നിയമിക്കുന്നതിന് പിന്നിൽ ചരട് വലിച്ചിട്ടുള്ള ആളാണ് ഈ അനിൽ ആന്റണി എന്ന് എനിക്ക് തീർത്തു പറയാൻ പറ്റും. അദ്ദേഹം രഞ്ജിത്ത് സിൻഹയെ CBI ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഏകദേശം 25 തവണയാണ് സന്ദർശിച്ചിട്ടുള്ളത്. അതിന് വളരെ രസകരമായ ഒരു കഥ കൂടിയുണ്ട്. അനിൽ അംബാനി എന്ന് പറയുന്ന അംബാനി കുടുംബത്തിന്റെ എല്ലാമായ അനിൽ ഈ പറയുന്ന രഞ്ജിത്ത് സിൻഹയെ ഏകദേശം 25 തവണ സന്ദർശിച്ചതായി അവിടെ രേഖകളിൽ കാണാം. എന്നാൽ അതിന്റെ താഴെയായി അനിൽ അംബാനിയുടെ പേരിന് താഴെ അനിൽ അംബാനിയുടെ ഒപ്പുപോലെ സാമ്യമായ ഒപ്പിട്ടു എന്നുള്ള കഥകളാണ്, കിംവദന്തികളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അതൊന്നുമല്ല. അനിൽ ആന്റണി കൈക്കൂലി വാങ്ങിയതിന്റെ കൃത്യമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. CBI കൗൺസിലായി നിയമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു അഡ്വക്കറ്റിൽ നിന്നും 25 ലക്ഷം രൂപ അനിൽ ആന്റണി കൈക്കൂലി വാങ്ങി. എന്നാൽ ഈ കാര്യത്തിൽ അനിൽ ആന്റണിക്ക് അങ്ങനെ ഒരു കൗൺസിലിനെ നിയമിക്കാൻ കഴിഞ്ഞില്ല. ഈ പണം തിരിച്ചു കൊടുക്കാതെ വലിയ പ്രശ്നമായി. അവസാനം PT തോമസും അതേപോലെ PJ കുര്യനും ഇടപെട്ടിട്ടാണ് 25 ലക്ഷം രൂപ മടക്കി കൊടുത്തത്. ഈ പറയുന്ന ആരോപണം തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. എന്നാൽ അനിൽ ആന്റണി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? അനിൽ ആന്റണി എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡാണെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് BJP കിട്ടിയത് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ലെന്നും ഇനി നഷ്ടത്തിന്റെ ഒരു കാലം മാത്രമല്ല, അദ്ദേഹം പവർ ബ്രോക്കറായി നിന്നുകൊണ്ട് സുരേന്ദ്രനോടൊപ്പവും അതേപോലെ V മുരളീധരനോടൊപ്പം കച്ചവടം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ BJPയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എൻഫോഴ്സ്മെന്റ് കേസിൽ അനിൽ ആന്റണിയും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നൊരു സമയത്താണ് അനിൽ ആന്റണിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കളിക്കാമെന്നുള്ള ഒരു പ്ലാൻ അമിത്ഷായും നരേന്ദ്രമോദിജിയും കൂടെ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ എല്ലാ കാലത്തും അറിയപ്പെടുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് AK ആന്റണി. ഈ ഹെലികോപ്റ്റർ വിവാദം ഉണ്ടായപ്പോഴും, അതായത് അഗസ്ത വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ വിവാദം ഉണ്ടായപ്പോഴും 3600 കോടിയുടെ അഴിമതി ഉണ്ടായപ്പോഴും മുമ്പ് രഞ്ജിത്ത് സിൻഹ എന്ന് പറയുന്ന CBI ഡയറക്ടറെ നിയമിക്കാൻ AK ആന്റണി തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചപ്പോഴും, അതായത് അനിൽ ആന്റണിയുടെ ആവശ്യപ്രകാരം നടക്കാതെ വന്നപ്പോൾ 5 അംഗ കമ്മിറ്റിയെ നിയമിക്കുകയും സോണിയാഗാന്ധി നിയമിക്കുകയും അതിന്റെ തലപ്പത്തിരുന്ന AK ആന്റണി അവസാനം ഈ അനിൽ ആന്റണിയുടെ താല്പര്യപ്രകാരം ഈ രഞ്ജിത്ത് സിൻഹയെ 2012 ഡിസംബർ മാസത്തിൽ CBI ഡയറക്ടറായി നിയമിച്ചപ്പോഴും അഴിമതി ആരോപണങ്ങളൊന്നും വലിയ സംഭവമായി വന്നിരുന്നില്ല. എന്നാൽ അഗസ്ത വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ ഹെലികോപ്റ്റർ വിവാദത്തിൽ 3600 കോടിയുടെ ഇടപാട് നടന്നപ്പോൾ അതിൽ 3 ഇടനിലക്കാരുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതിലൊരു ഇടനിലക്കാരനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്, ക്രിസ്ത്യൻ മൈക്കിൾ. ആ സംഭവത്തിൽ അനിൽ ആന്റണിയും അതേപോലെ അദ്ദേഹത്തിന്റെ പണമിടപാടുകളുടെ കാര്യങ്ങളും കൃത്യമായി അമിത്ഷായ്ക്കും അതേപോലെ നരേന്ദ്രമോദിജിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രകാരം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രത്യേക അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം കാലുമാറി BJPയിലേക്ക് മാറുകയും ഇപ്പോൾ രാജ്നാഥ് സിംഗിനെ കണ്ട്, അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ മൈക്കിളിനെയും അതേപോലെ രതിൽ പുരിയെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ഇപ്പോൾ അനിൽ ആന്റണി എന്തിനും തയ്യാറാണ്. സ്വന്തം തന്തയെ തള്ളി പറയാൻ തയ്യാറായ ഒരു മകനെ കുറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ?
ആ മകൻ ഒരു ഭൂലോക ഫ്രോഡാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പുറത്തുവിടുന്നത്. ഇത്തരം വിവാദങ്ങളുടെ തോഴനെ കോൺഗ്രസിൽ നിന്നും കൊണ്ട് അടർത്തിയെടുത്ത് BJP-യിൽ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ വെറും നാടകമാണ്. അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് തൂക്കിയെടുത്ത് ജയിലിലിടാൻ പോകുന്നു എന്നുള്ള കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ചാടി BJP-യിലേക്ക് പോവുകയും അവിടെ ഒരു പവർ ബ്രോക്കറായി നിന്നുകൊണ്ട് ഡൽഹിയിലെ ഇത്തരം ഇടപാടുകളെല്ലാം നടത്താൻ വേണ്ടി കൃത്യമായി തനിക്ക് അവിടെയും പറ്റുമെന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി BJP-യിലേക്ക് ചേക്കേറിയതും അദ്ദേഹം ഒരു പെരുങ്കള്ളനാണെന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ ഒരു അഭിഭാഷകനിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങുകയും പിന്നെ PT തോമസും അതേപോലെ PJ കുര്യനും ഇടപെട്ട് ആ പണം തിരിച്ചു നൽകുകയും ചെയ്ത സംഭവം. അത് ആ 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് 25 ലക്ഷത്തിന്റെ ചുരുങ്ങിയ വിലയല്ല, 25 കോടിയുടെ വിലയല്ല, 25,000 കോടിയുടെ വിലയുള്ള അഴിമതി തന്നെയായിട്ട് നമുക്ക് കണക്കൂട്ടാം. കാരണം AK ആന്റണി എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ മകനാണ് അന്ന് CBI കൗൺസിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ അനിൽ ആന്റണി അഡ്വക്കേറ്റിൽ നിന്ന് വാങ്ങിയത്. അത് പണം തിരിച്ചു കൊടുക്കാതെ CBI കൗൺസിലാക്കാതെ പണം തിരിച്ചു കൊടുക്കാതെ സംഭവം വിവാദമായപ്പോൾ അവസാനം PT തോമസ് ഇടപെട്ടിട്ടില്ല എന്ന് ഈ പറയുന്ന അനിൽ ആന്റണിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതേപോലെ PJ കുര്യൻ ഇടപെട്ടില്ല എന്ന് അനിൽ ആന്റണിക്ക് പറയാൻ പറ്റുമോ? AK ആന്റണിക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന 25 ലക്ഷം അവസാനം മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ വലിയ വിവാദമായപ്പോൾ? അപ്പൊ ഈ പണമൊക്കെ വാങ്ങുന്ന ഒരാളാണ് എന്ന് കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന്റെ കഥ ഞാൻ പറയുന്നത്. ഇത് വളരെ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ് അനിൽ ആന്റണിയെ. ഇങ്ങനെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അനിൽ ആന്റണി എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കൂ, ഞാൻ കൃത്യമായതിനുള്ള എവിഡൻസ് അടക്കം പുറത്തു കൊണ്ടുവരാം. പറ്റുമോ അനിൽ ആന്റണി? ഇപ്പോൾ താങ്കൾ BJP-യെ ഇവിടെ വന്നു കഴിഞ്ഞാൽ BJP വളരും ഉയരും എന്നൊക്കെ ചിന്തിക്കുന്ന മൗഢ്യമാണ്. താങ്കൾക്ക് യാതൊരു ബന്ധവും ഗ്രാസ് റൂട്ട് വരെ ഇല്ല. താങ്കളുടെ കൂടെ ഒരു കുഞ്ഞ് പോലും കോൺഗ്രസിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടിൽ ഇന്ന് വരെ പിണറായി വിജയന്റെ രോമം തൊടാൻ സമ്മതിക്കാത്ത 2 നേതാക്കന്മാരാണ് V മുരളീധരനും K സുരേന്ദ്രനും. ഇവര് പിണറായി വിജയനുമായിട്ടുള്ള കച്ചവടത്തിൽ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് നിർത്തി കോൺഗ്രസ് മുക്ത ഭാരതം വരണമെങ്കിൽ ഇവിടെ പിണറായി വേണം എന്ന് പറഞ്ഞ് അമിത്ഷായെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ്. ഇവിടെയുള്ള സാധാരണക്കാരായ ഭൂരിപക്ഷം ആളുകളും BJP പ്രവർത്തകരും പിണറായി വിജയനെതിരാണ്, പിണറായി ഭരണത്തിനെതിരാണ്. പിണറായി കാട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും കൊലപാതകത്തിനും തട്ടിപ്പുകൾക്കെല്ലാം എതിരെ ശക്തമായി പ്രതികരിക്കുന്ന അണികളാണ് കേരളത്തിലെ BJP പ്രവർത്തകർ. അവർക്ക് പിണറായി വിജയനുമായി ധാരണയുണ്ടാക്കി 5 സീറ്റ് വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറയുന്നത് മൗഢ്യമാണെന്ന് അറിയുന്നതാണ്. അവരൊരിക്കലും BJP-യുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എത്ര നേതാക്കന്മാരെ കൊണ്ടുവന്നു, എന്നിട്ട് എന്തു പറ്റി? എന്തെങ്കിലും നേട്ടമുണ്ടായോ? അവരൊക്കെ മൂലക്കിരുത്തി. E ശ്രീധരൻ, സെൻകുമാർ, അതേപോലെ ജേക്കബ് തോമസ് തുടങ്ങിയവരെല്ലാം വന്നിട്ട് എന്തുണ്ടായി? അവരുടെ സ്ഥിതി എന്താണ്? അൽഫോൺസ് കണ്ണന്താനം അവസാനം വന്നിട്ട് എന്തായി? മൂലക്കിരുത്തിയില്ലേ? BJP-യിൽ വരുന്നവരെയെല്ലാം മൂലക്കിരുത്തുന്ന പരിപാടിയാണ് ഇവിടുത്തെ നേതാക്കന്മാർക്കുള്ളത്. അവർ കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെയുള്ള പ്രമുഖനായ സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി, PR ശിവശങ്കർ തുടങ്ങിയുള്ള പ്രമുഖരായ ആളുകളൊക്കെ എവിടെ പോയി? എന്തിന്? ശോഭാ സുരേന്ദ്രൻ എവിടെ പോയി? ശോഭാ സുരേന്ദ്രനെ പോലുള്ള പ്രമുഖയായ ഒരു വനിതാ നേതാവിനെ മൂലയ്ക്ക് ഇരുത്തിയും കൊണ്ടുള്ള സമീപനമല്ലേ ഇവിടുത്തെ നേതാക്കന്മാർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ വളർത്താത്ത, പാർട്ടിയെ വളർത്താത്ത ഇവിടുത്തെ BJP-ക്ക് അനിൽ ആന്റണി വളരെ വിലപ്പെട്ട ആളാണ്. കാരണം അനിൽ ആന്റണി ഡൽഹിയിൽ രാജ്നാഥ് സിംഗ്, അതേപോലെ നരേന്ദ്രമോദിജി, അതേപോലെ നമ്മുടെ അമിത്ഷാ തുടങ്ങിയുള്ള പ്രമുഖരായ നേതാക്കന്മാർ നേരിട്ടുള്ള ബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. AK ആന്റണിയുടെ ആദർശ രാഷ്ട്രീയത്തിന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ചിട്ടല്ല. കാരണം AK ആന്റണി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദർശ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസിന്റെ നേതാവിന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് അത് വോട്ടാക്കി മാറ്റിയെടുക്കാം, ക്രിസ്ത്യൻ വോട്ട് നേടാം എന്നുള്ള മൗഢ്യത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിജിയും അതേപോലെ ഈ പറയുന്ന അമിത്ഷായും എല്ലാം അനിലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അനിൽ എന്ന് പറയുന്ന ഒരാൾ എന്താണെന്നുള്ളത് ഭൂലോക ഫ്രോഡാണെന്നുള്ള കാര്യം ഇവർ കറഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിലും, പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി
അവർക്ക് ഏറ്റവും പറ്റിയ ആള് തന്നെയാണ്. കാരണം അവർക്ക് രാഷ്ട്രീയത്തിൽ വിജയിക്കുകയല്ല, ഇവിടെ ഇലക്ഷനിൽ വിജയിക്കുകയല്ല അവർക്ക് ആവശ്യം. അവർക്ക് കച്ചവടം നടത്തി പണം ഉണ്ടാക്കുക എന്നുള്ള മാർഗം മാത്രമാണ് അവർക്ക് ആവശ്യം. അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും പറ്റിയ ആള് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ്. അദ്ദേഹം ഭൂലോക ഫ്രോഡാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം BJPയെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു അസുരവിത്തായി മാറും ഈ അനിൽ ആന്റണി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.